കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നമ്മൾ കാണുന്ന ശാരി നിഷയുടെ വിവാഹം നടന്ന ആ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് എത്തുവാണ്. അപ്പൊ അവിടെ വലിയ ഫംഗ്ഷനോട് കൂടിയിട്ടല്ലേ വിവാഹമൊക്കെ നടന്നേ. അപ്പൊ അത് ആരാണ് നിഷയുടെ കഴുത്തിൽ താലി ആർത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് തെളിവുകളൊക്കെ കണ്ടെത്താനായിട്ട് അങ്ങോട്ട് വരികയാണ്. പിന്നീട് മാനേജറെ കണ്ടു പറഞ്ഞു, അതെ എനിക്ക് CCTV ദൃശ്യങ്ങൾ വേണം, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, നോക്കട്ടെ മാഡം, അതെ കുറെ കല്യാണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എന്നത്തെ ദിവസമാണെന്ന് കൃത്യമായിട്ട് അറിയുവാണെങ്കിൽ അത് 16 ഓഗസ്റ്റ് ആണെന്ന് പറയണം. അന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അയാൾ CCTV ദൃശ്യങ്ങൾ നോക്കണം. പിന്നീട് അന്നത്തെ കല്യാണത്തിന്റെ ആ ദൃശ്യങ്ങളൊക്കെ കാണുവാണ്. പിന്നീട് അത് ശാലിനെ കാണിച്ചു കൊടുത്തു. നോക്കും മാഡം, ഇതാണ് അന്നത്തെ ദിവസം നടന്ന കല്യാണം. അന്ന് ഒരു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ പറയാണ്. അത് ഇതാന്ന് പറയാണ്. നിഷേനെ കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷേ എങ്കിൽ അതിനകത്ത് വരന്റെ മുഖം ഇങ്ങനെ മുല്ലപ്പൂ കൊണ്ട് മറച്ചു വെച്ചിരിക്കുക. അയ്യോ, ഇതിനകത്ത് വരന്റെ മുഖം വ്യക്തമല്ലോ എന്ന് പറയണം. വരന്റെ മുഖമാണോ വേണ്ടത്? ഇനി നോക്കട്ടെ എന്ന് പറഞ്ഞെടുത്ത് അടുത്ത ഇത് കുറച്ചങ്ങ് ഓടിച്ചു വിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും മുല്ലപ്പൂ ഒക്കെ മാറ്റിയിട്ടുള്ള മനോഹറിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ശാരി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ശാരിന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു വന്നു. പെട്ടെന്ന് മാനേജ് ചോദിച്ചു, എന്താ മാഡം, മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മാഡത്തിന്റെ ആരെങ്കിലും ആണോ അത്? പയ്യൻ മാഡത്തിന്റെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുക. അതല്ല. പെട്ടെന്ന് ശാരി അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അയാൾക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന്. ഇനിയിപ്പോ ആരാ, ഈ പെൺകുട്ടിയാണോ മാഡത്തിന്റെ റിലേഷൻ വല്ലതും ആണോ എന്ന് ചോദിക്കണം. എന്നൊക്കെ പറഞ്ഞോണ്ട് ശരി അന്ന് ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ്. അയാൾക്കൊന്നും മനസ്സിലായില്ല. എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ശാരി ഇത്ര വെപ്രാളപ്പെട്ട് വിഷമിക്കേണ്ട കാര്യമില്ലോ. അങ്ങനെ ശാരി തകർന്ന മനസ്സോടുകൂട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് വീടിന്റെ ഉമ്മറത്തിരുന്ന് കിരണും കല്യാണിയും കല്ലുമാനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണി കിരണിനോട് എന്തേ ഇവൻ ഒന്നിനൊന്നിന് വില്ലനായിട്ട് വരുവാ കേട്ടോ എന്ന് പറയണം. കണ്ടില്ലേ, ഇപ്പോഴാണെങ്കിലോ ചാടി ഇറങ്ങി പോകുന്നുണ്ടല്ലോ. നമ്മൾ പിടിച്ചാലൊന്നും നിൽക്കത്തില്ല, ഭയങ്കര കുസൃതിയാന്ന് പറയണം. അത് പിന്നെ അങ്ങനെയല്ലേ, അവൻ വളർന്നു വന്നോണ്ടിരിക്കുവല്ലേ, പണ്ടത്തെ പോലെ നിന്റെ കയ്യിലിരിക്കുന്ന ഒരു സ്വഭാവം അല്ലോ എന്ന് പറയണം. അങ്ങനെ അവർ സന്തോഷിച്ച് അവിടെ ഇരിക്കുകയാണ്. കുഞ്ഞിനെ എടുത്തിരിക്കുന്നു, കളിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാരി അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നേ. ശാരി വന്നിറങ്ങിയപ്പോ കണ്ടു കിരണും സനം കല്യാണിയും കൂടെ കുഞ്ഞിനെ കൊഞ്ചുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച. അത് കണ്ടത് ഒരു നിമിഷം ശാരി ഇങ്ങനെ നോക്കിയിരുന്നു. ഒരു പക്ഷേങ്കില് കിരൺ മോൻ തന്റെ മോളെയായിരുന്നു കല്യാണം കഴിക്കേണ്ടിരുന്നത്. എല്ലാ രാഹുല് കാരണോ, ആ ദുഷ്ടം കാരണോ നടക്കാതെ പോയത്. അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് നല്ല ജീവിതം തന്റെ മോൾക്ക് കിട്ടിയാനും. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതിനുള്ള യോഗം കിട്ടിയത് കല്യാണിക്ക. ഇങ്ങനെ തകർന്ന് മനസ്സോട് ശാരി നോക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കല്യാണി പറഞ്ഞ്, കിരണേട്ട അങ്ങോട്ട് നോക്കാൻ പറയണം. ശാരി നിൽക്കുന്നുണ്ട്. ഇവരെന്താ ഇങ്ങനെയൊന്നും നോക്കുന്നേ? പെട്ടെന്ന് കിരൺ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. കിരൺ കല്യാണിയോട് പറഞ്ഞു, മിക്കവാറും ഇനിയിപ്പം അടുത്തത് മിക്കവാറും ഇവരുടെ കൊച്ചുമോളെ എടുത്തോണ്ട് വന്ന് അവൻ മറുത്തിരുന്ന് കളിപ്പിക്കുമായിരിക്കും. അതിനായിരിക്കും സാധ്യത കൂടുതലെന്ന് പറയണേ. അങ്ങനെ വരാൻ വഴിയില്ല. പണ്ടത്തെ ആന്റി ആയിരുന്നു അങ്ങനെ ചെയ്തേനെ. പക്ഷെ ഇപ്പൊ ഒത്തിരി മനസ്താപമൊക്കെ ഉണ്ടായിരിക്കുമല്ലേ. തന്റെ കൊച്ചുമോളല്ല, തന്റെ മോളും അല്ല, കൊച്ചുമോളൊന്നും അല്ല എന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അതോടെ ആകെപ്പാടെ തകർന്നിരിക്കുമല്ലേ. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയുണ്ടാകത്തില്ലെന്ന് കല്യാണി പറയണം. പെട്ടെന്ന് കിരൺ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ നോക്കണേന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഒന്നും മിണ്ടിയില്ല. ശാരി ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോണ്. ആ പോക്ക് കണ്ടപ്പോ തന്നെ കിരൺ പറഞ്ഞു, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. തകർന്ന മറ്റുള്ള ആ നിപ്പും നോട്ടവും ഒക്കെ കണ്ടാൽ അറിയാന്ന് പറയാണ്. പിന്നീട് ശാരി അകത്തേക്ക് കയറി ചെല്ലുമ്പോ അവിടെ രാഹുൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമായിരുന്നു. പിന്നീട് രാഹുൽ തന്റെ ഫോൺ എടുത്തിട്ട് അതിനകത്തൊരു ഫോട്ടോ നോക്കുകയാണ്. കിരണും കല്യാണി അവര് സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്നത്. അത് കണ്ടതും രാഹുലിന്റെ ഉള്ളില് രക്തം തിളച്ചു കയറുവാണ്. ഇതിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല. ആ കിരണിന്റെ ഫോട്ടോ എടുത്തുനിന്നും ആ കല്യാണിന്റെ ഫോട്ടോ കട്ട് ചെയ്തിട്ട് അവിടെ തന്റെ മോളാണ് ഇരിക്കേണ്ടത്. തന്റെ മോൾക്ക് വേണം നല്ലൊരു ജീവിതം കിട്ടാനായിട്ട്. അത് ഉടനെ നടത്തണം. അങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്ന സമയത്താണ് ശാരി ഇങ്ങോട്ട് വരുന്നത്. ശാരി വന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ രാഹുലിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. രാഹുല് പെട്ടെന്ന് തലയുടുത്ത് നോക്കിയപ്പോ ശാരിനെ കണ്ടു. ശാരി, നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിനക്കിത് എന്തു പറ്റീന്ന് ചോദിക്കുകയാണ്. ശാരി ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് രാഹുൽ എഴുന്നേറ്റിട്ട് ശാരിയുടെ അടുത്തേക്ക് വന്നു. എന്താ ശാരി, നിനക്കിത് എന്തു പറ്റി? 1-2 ആഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ എന്ന് പറയണം. നിന്റെ മനസ്സിലേക്ക് ഇനിയിപ്പോ ആരെങ്കിലും എന്തേലും പറഞ്ഞ് വിഷം കുത്തി നിറച്ചിട്ടുണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടും ശാരി പറഞ്ഞു, വിഷം കുറിച്ച് വെച്ച് കുത്തി നിറച്ച മറ്റാരും അല്ലടോ, താൻ ഒറ്റ ഒരുത്തൻ കാരണമെന്ന് പറയണം. താനാ എല്ലാത്തിനും കാരണം. താനാണോ കുത്തി നിറച്ചെന്ന് പറയാം. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, അനാവശ്യം അല്ലടോ. ഞാൻ പറയണില്ല എന്താന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ പറയും, ഇനിയിപ്പൊ എനിക്ക് ഭ്രാന്താന്ന് വിചാരിച്ചായിരിക്കും. എടോ, തനിക്കല്ല ഭ്രാന്ത്, ഇപ്പൊ ശരിക്കും ഭ്രാന്തായത് എനിക്കാന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഞാൻ ശരിയാക്കൂടോ. കണ്ടു, അധികം വൈകാതെ തനിക്ക് തന്റെ വയലിലേക്ക് കുറച്ച് വിഷം ഞാൻ ഇറ്റിച്ചു തരും. അവസാനം അതാ ഞാൻ ചെയ്യാൻ പോകുന്നേ. ഇനി അതോ ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗ്ഗമുള്ളൂ. വേറെ ഒരു മാർഗവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കണ്ടു,
പിന്നെ ഉണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് പോലും അറിയത്തില്ല എന്നൊക്കെ പറയണം. അങ്ങനെ രാഹുലിന്റെ കോളറിന് കുത്തിപ്പിടിച്ച് അത് പറയുന്നത്. രാഹുൽ പറഞ്ഞു വിടി ശാരി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് സരിയും മോളിൽ നിന്ന് ഓടി ഇറങ്ങുന്നു. രണ്ടുപേരും കൂടെ പിടിച്ചു മാറ്റുവാണ്. ഇതെന്താണെന്ന് ചോദിച്ചോണ്ട് വന്നുമെന്ന് ഒരു സമാധാനം ഇല്ലാതായല്ലോ. ഇത്രയും കാലം അച്ഛന് മൊത്തം ഭ്രാന്തുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അമ്മയ്ക്കും ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കാം. ഇതേടെ ശാരി പറഞ്ഞു, ദേ അച്ഛന് ഭ്രാന്തില്ല മോളെ, അതുപോലെ തന്നെ അമ്മയ്ക്കും ഭ്രാന്തില്ല എന്ന് പറയാ. അത് കേട്ടൻ രാഹുലും നോക്കി, ഇവൾക്ക് ഇത് എന്ത് പറ്റി? അപ്പൊ ഇവള് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞോ? മോളെ, ഞങ്ങളിൽ ആർക്കും ഭ്രാന്തില്ല, പക്ഷെ അധികം വൈകാതെ തന്നെ അത് ഉണ്ടാവും പറയണ. ഇതെന്താ ഇത്? എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകുന്ന സമയത്ത് അമ്മേനെയും കൂടെ കൊണ്ടുപോകണം എന്നുള്ളത്. ആ പ്രതീക്ഷകളൊക്കെ നശിച്ചു പോയല്ലോ എന്ന് പറയാ. ഇത് കേട്ടാ രാഹുൽ പറഞ്ഞു, ഇതേ മോളെ, അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും വേണ്ട, അതൊക്കെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് എടുത്തു കളഞ്ഞേരെ. അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല, അമേരിക്കയ്ക്ക് പോകാനൊന്നും പറ്റില്ല എന്ന് പറയണം. അച്ഛൻ എന്തൊക്കെയാ പറയണേ? ഇത് കേട്ടപ്പം ശാരി പറഞ്ഞു, നിന്റെ അച്ഛൻ പറഞ്ഞ ശരിയാ മോളെ, നിന്റെ അച്ഛന് സത്യങ്ങളെല്ലാം അറിയാന്ന് പറയണം. എന്ത് സത്യങ്ങൾ അറിയാന്ന്? ഇത്രയും കാലം അച്ഛനെ ഭ്രാന്ത് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അമ്മയ്ക്കും ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കുക. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സാധാരണഗതിയിൽ അച്ഛനമ്മമാര് മക്കളെ നല്ലതിന് വേണ്ടിയോ പ്രാർത്ഥിച്ച് അവരോടൊപ്പം നിൽക്കുന്നത്. ഇതിപ്പോ എന്നോട് എന്റെ അച്ഛനും അമ്മയ്ക്കും അസൂയ, ഞാൻ അമേരിക്കയ്ക്ക് പോകുന്ന പറഞ്ഞപ്പോ രണ്ടുപേർക്ക് സഹിച്ചില്ല, അതിന്റെ അസൂയല്ലേ കാണിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും 2-3 മാസത്തിനുള്ളിൽ ഞാൻ എന്റെ മനുവേട്ടനോടൊപ്പം അമേരിക്കയ്ക്ക് പോകും. ഇനിയിപ്പം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് എവിടെങ്ങോട്ടെല്ലാം മാറി താമസിച്ചേക്കാം ഈ 3 മാസം വരെ. ഇങ്ങനെ ഈ കുടുംബത്തിൽ അലമ്പുവാഴും വഴക്കുമായിട്ട് നിൽക്കുന്നിടത്ത് ഞങ്ങൾക്ക് നിൽക്കാനായിട്ട് താല്പര്യമില്ലെന്ന് പറയണം. ഒരു മിനിറ്റ് ഒരു സ്വസ്ഥതയോ സമാധാനം ഇല്ല. ഇതെന്തൊരു കുടുംബജീവിതം എന്റെ ഭഗവാനെ. സാധാരണഗതിയിൽ സ്വന്തം ഭർത്താക്കന്മാരായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ അതല്ല, ഇവിടെ അച്ഛനും അമ്മയാണ് സ്വന്തം മകൾക്ക് ഭാര്യയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയാണെങ്കിൽ അധിക ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകത്തില്ല, ഞാൻ എൻ്റെ മനുവേട്ടൻ്റെ കൂടെ അങ്ങോട്ട് പോകും. പിന്നെ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്ന് പറയണം. ഇത്രയും പറഞ്ഞിട്ട് സരിയു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും ശാരി രാഹുലിനോട് പറഞ്ഞു, കേട്ടില്ലേ മോള് പറഞ്ഞിട്ട് പോയത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണ് മര്യാദ. ഇനി ഞാൻ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടുകൊണ്ടിരിക്കുക. അവസാനം ഞാൻ മിക്കവാറും കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും, അതിനായിരിക്കും മിക്കവാറും യോഗം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ശാരി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. മനോഹറല്ല രാഹുൽ ആകെപ്പാടെ തകർന്ന് നിൽക്കുകയാണ്. പിന്നീട് ശാരി മുറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് സരി കുഞ്ഞിനെ തൊട്ടിലാട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞ് ഉണർന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ഉണർന്ന് കരഞ്ഞുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സരിയോട് നല്ല ദേഷ്യം വന്നു. ശാരി ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുകയാണ്. പാവം മോള് ഒന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു പക്ഷേങ്കിൽ അവള് കാര്യങ്ങളൊക്കെ അറിയണ സമയത്ത് എന്തായിരിക്കും അവളുടെ സ്ഥിതി? അവള് തന്റെ ഭർത്താവിനെ വെറുക്കുവോ, അത് ആ കുഞ്ഞിനെ വെറുക്കുവോ, അവളുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുവോ? എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. ഇനി എന്റെ ഭഗവാനെ എല്ലാത്തിനുള്ള കരുത്ത് നൽകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നിട്ട് ശാരി പതുക്കെ അകത്തേക്ക് വരുവാണ്. അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സാരി പറഞ്ഞു, അമ്മയ്ക്ക് അച്ഛൻ തൃപ്തിയായാലോ, ആ കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു, ആ കുഞ്ഞിനെ എഴുന്നേപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും. എങ്ങനെ എഴുന്നേപ്പിക്കായിരിക്കും? അതുപോലത്തെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. പെട്ടെന്ന് സാരി പറഞ്ഞു, മോളെ നീ വെറുതെ തെറ്റിദ്ധരിക്കണമെന്നാണ്. എന്ത് തെറ്റിദ്ധരിക്കണമെന്ന്? ഇത്രയും കാലം അമ്മയിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ പ്രതീക്ഷയും കൂടെ എന്റെ നശിച്ചു പോയത് അറിയാലോ. അമ്മ ഇപ്പം മനുവേട്ടനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങിയില്ലേ? അതിന് മാത്രം എന്ത് തെറ്റേ മനുവേട്ടൻ ചെയ്തേ? എന്നെ കൂട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കുന്നോ? വേറെ ഏത് ഭർത്താക്കന്മാരാണെങ്കിലും ഇങ്ങനെയും ചെയ്യത്തില്ല. പക്ഷെങ്കിൽ അച്ഛന്റെ രോഗവിലൊക്കെ അറിഞ്ഞിട്ട് പോലും മനുവേട്ടൻ എപ്പോഴും അച്ഛനോടൊപ്പം സ്നേഹിച്ച് നിൽക്കുക ചെയ്തേ. എന്നിട്ടോ അമ്മ എന്തൊക്കെയാ ചെയ്തേന്ന് ചോദിക്കാം. മോളെ, നീ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, അതൊന്നും അല്ല സത്യങ്ങൾ എന്ന് പറയണം. പിന്നെ എന്ത് സത്യങ്ങളാ അമ്മ എന്തായി പറയാൻ ശ്രമിക്കുന്നേ? അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയുടെ അച്ഛന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. എന്നെ മനുവേട്ടൻ തമ്മിൽ വേർപിരിക്കാനാണെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അധികം വൈകാതെ തന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നു പറയണം. അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിൽ നിൽക്കുന്നതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് പറയണം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അമ്മായിപ്പനും അമ്മായിമ്മേനും എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കേട്ടതും ശാരി ചോദിച്ചു, അല്ല നീ ഇതുവരെയായിട്ടും നിന്റെ മനുവേട്ടന്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അത് പിന്നെ അങ്ങനെ നിൽക്കുന്ന കാര്യം എന്നുള്ള, കല്യാണം കഴിഞ്ഞാൽ ഇവിടെയല്ല നിന്നെ, അന്നൊരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസം അവിടെ അങ്ങോട്ട് പോയി നിൽക്കാൻ പറയണം. ഇത് കേട്ടതും സാരി, ഓഹോ അങ്ങനെയാണോ? അങ്ങനെയാണ് ഞാൻ പോയി നിന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ പോയി നിന്നിട്ട് എൻ്റെ മനുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അമേരിക്കയ്ക്ക് പൊക്കോളാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനു മുമ്പ് ലോക്കറിലിരിക്കുന്ന സ്വർണം ഒക്കെ ഞാൻ എടുത്ത് വിൽക്കൂന്ന് പറയാണ്. ലോക്കറിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനോ? നിനക്ക് ഞാൻ ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കാം. അതെ, മനുവേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം വിറ്റിട്ട് അക്കൗണ്ടിൽ പണം ഇടണമെന്ന്. അല്ല, അതിങ്ങനെ ലോക്കർ സൂക്ഷിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാനാ? വേണ്ട മോളെ, അതൊന്നും ചെയ്യണ്ടാന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതൊന്നും ചെയ്താൽ ശരിയാകത്തില്ലെന്ന് പറയണം. വെറുതെ നീ പുലിവാല് പിടിക്കില്ല കേട്ടോ മോളെ എന്ന് പറയണം. അമ്മയാണ് പുലിവാല് പിടിക്കുന്നത്. എന്റെ സ്വർണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് മനുവേട്ടനുള്ളതാ. അതിങ്ങനെ ഞാൻ ലോക്കർ സൂക്ഷിച്ചിട്ടിട്ട് അമേരിക്കയ്ക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. അത് വിറ്റ്
അക്കൗണ്ടിൽ പണം ഇടണമെന്ന് പറയാണ്. ശാരിക്ക് മനസ്സിലായി ഇവള് ചെല്ലുന്ന വീഴുന്ന അപകടത്തിലേക്കാണ്. മരുമോന്റെ കെണിയിൽ ഇവള് പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് സരു ദേഷ്യത്തോടെ ശാരിയോട് പറഞ്ഞു, വെറുതെ നിൽക്കുവാണെങ്കിൽ കൊച്ചിനെ ആട്ടിക്കൊണ്ട് എങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ശാരി എന്ത് ചെയ്യാണ്, മനോഹറിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മനോഹറിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതെ മനു എവിടെയാന്ന് ചോദിക്കുകയാണ്. അയ്യോ അമ്മ ഞാനത് പുറത്താ. അമ്മായും എന്തോ മനു എന്നൊക്കെയാണല്ലോ വിളിച്ചേക്കുന്നത്, എന്തോ കട്ടക്കലിപ്പിലാണല്ലോ. അതെ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ, അയ്യോ അമ്മ ഇപ്പൊ കാണാൻ പറ്റില്ല, ഞാനേ ബ്രസീലിൽ നിന്ന് 2 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരുമായിട്ടൊരു ഇമ്പോർട്ടന്റ് മീറ്റിങ്ങിന് വേണ്ടി പോവാന്ന് പറയണം. ബ്രസീലിൽ നിന്ന് ആരാ, നെയ്മറൊക്കെയാണോ വന്നിരിക്കണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഒന്ന് ഞെട്ടി. നെയ്മറോ, എന്തൊക്കെയാ ഈ പറയണത്? തന്റെ കള്ളക്കളികളെന്ന് വെളിച്ചത്തായോ? പെട്ടെന്ന് പറഞ്ഞു, അതെ എനിക്ക് കാണാന്ന് പറഞ്ഞാൽ കാണണം, പറഞ്ഞ കേട്ടല്ലോ എന്ന് പറഞ്ഞു. ശരി അമ്മേ, എങ്ങോട്ടാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ വന്നേക്കാന്ന് പറയാണ്. അങ്ങനെ കോള് കെട്ടി കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന് വല്ലാത്ത ടെൻഷൻ. എന്തിനായിരിക്കും പോലും വിളിച്ചിരിക്കുന്നത്? ഈ സമയം ശാരി പറഞ്ഞു, അവന്റെ നാടകങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായി. ഇനി ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടണം. എത്ര കാലം എന്ന് വെച്ചാൽ തന്റെ മോളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ സത്യങ്ങളൊക്കെ അറിയണ സമയത്ത് ഈ കുഞ്ഞിനെ കാണുന്ന പോലും അവൾക്ക് ഇഷ്ടമില്ലായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ പോലും വേണ്ടെന്ന് വെക്കായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കുഞ്ഞ് ജനിച്ചു പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം തൻ്റെ വിധിയാ എന്നൊക്കെ ഓർത്ത് ശാരി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് കാർത്തിക ലക്ഷ്മീനെ കാണാനായിട്ട് ചെല്ലുവാണ്. ലക്ഷ്മീനെ കണ്ടിട്ട് കാർത്തിക അമ്മയ്ക്കറിയാലോ, അമ്മയ്ക്ക് ചുറ്റും ഒരു ചതുർവേദം ഒരു വലയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രകാശന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി പറഞ്ഞു, എനിക്കറിയാം എൻ്റെ ചുറ്റും അവനൊരു വലയം വരച്ചിട്ടുണ്ടെന്ന്. പക്ഷേ എങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ എന്ന് പറയണം. ദേഹമേ സൂക്ഷിക്കണം, അയാൾ വെറുതെ ഇരിക്കത്തില്ല. കല്യാണിക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞു, ഉറപ്പായിട്ടും അമ്മേനെ ഇല്ലാതാക്കാനായിട്ട് ആള് വരുമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി പറഞ്ഞു, മോൾക്ക് പേടിയുണ്ടോന്ന് ചോദിക്കുക. പേടിയുണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, എന്നാലും പേടിക്കണമല്ലോ. കൊലയാളി ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്നുള്ള കാര്യം ഉറപ്പാ. അല്ല അമ്മ ഈ റിസോർട്ടിന്റെ മാനേജറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവര് ചെന്നൈ വന്ന സമയത്ത് നമ്മുടെ റിസോർട്ടിലാണല്ലോ തങ്ങാറുള്ളത്, അതുകൊണ്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയണം. അപ്പോഴേക്കാണ് ആ കൊലയാളി അങ്ങോട്ട് വരുന്നുണ്ട്. കൊലയാളി റിസോർട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അയാൾ ഒന്ന് ലിഫ്റ്റിലേക്ക് കയറുവാണ്. കാരണം അവിടെ മുറിയെടുക്കാനായിട്ട്, ലക്ഷ്മിനെ ഇല്ലാതാക്കാനായിട്ട്. പക്ഷെ ലക്ഷ്മി അതിനു മുമ്പ് തന്നെ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.